ഇനി ഈ പീഠത്തിലേക്ക് കയറി നിന്നോളുക 3 ആളും. അല്ല അതിന്റെ പേടിക്കട്ട, കേറിക്കോളൂ. ചെറിയൊരു രക്ഷാപൂജ. അപകടം പിടിച്ച പണിക്ക് വന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. അയ്യോ, ചെരുപ്പ് പാടില്ല. ഇനി തൊഴുത് പ്രാർത്ഥിച്ചോളുക. കൂടെ പോന്നേക്കണേ, ഞങ്ങൾ കൊണ്ടുപോകും. സിറ്റിയിലേക്ക് വരണം. നീ അത് കണ്ടോ? ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രം കണ്ടാ മതി. അതല്ലടാ, അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട്. ഹായ്, ആപ്പിളും പഴവും മുറിക്കാൻ കത്തിയുണ്ടല്ലോ. നമസ്കാരം. കൈ നീട്ടു. ഓ, ഇത്തിരി ഭസ്മം തേച്ചാൽ മതി. അടുത്ത ആള് കൈ നീട്ടുക. ഞാനോ? ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. വെറുതെ കത്യാശുദ്ധമാക്കണ്ട. തേവർക്ക് ജാതി മത ഭേദമൊന്നുമില്ല. ആ കൈ അങ്ങോട്ട് നീട്ടുക. നീട്ടിക്കോളൂ. കൈ നീട്ടുക. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ നിരീശ്വരവാദിയാ. ഇല്ലാട്ടാ പൂജാരി ചേട്ടാ, ഇവൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകണം നല്ല കട്ട വിശ്വാസിയാ. വെള്ളം മുറിക്കുക. കൈ നീട്ടുക. വെള്ളം പിടിക്കരുത്, ചോര കൂടുതൽ പോവും. മുറിക്ക, മുറിച്ചോളാം. ഇനി ആ രക്തം കൊണ്ട് നെറ്റിയിൽ തിലകം ചാർത്തിക്കോളൂ. ഗോപി, ഗോപി. വല്ലാത്ത രക്ഷയിപ്പോ മെമ്പറെ. വിഷമിക്കണ്ട. രക്തം കൊണ്ട് തേവരുടെ മുന്നിൽ ഗുരുതി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. കാണാം. അതെന്താ ഈ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേകതരം വെളിച്ചം പുറത്തേക്ക് വന്നു? അതോ, തേവരുടെ നെറ്റിയിൽ ഒരു അപൂർവ രത്നമുണ്ട്. അതിൽ ഈ പ്രഭാത സൂര്യരശ്മികളൊന്ന് പതിക്കുമ്പോൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങും. ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹവും രത്നമൊക്കെ ഇങ്ങനെ ആരും നോക്കാനില്ലാണ്ട് കാടിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ റിസ്ക് ആണ് അല്ലേടായി? പിന്നെ സർപ്പങ്ങളുടെ കാവലുണ്ട്. തേവർ ഇവിടുന്ന് കൊണ്ടുപോകാൻ പണ്ടൊരു സർക്കസുകാരൻ നോക്കിയതാ. അയാൾ അതിനെ അനുഭവിക്കുകയും ചെയ്തു. ഞാനിവിടെ അന്ന് ഫോറസ്റ്റ് റേഞ്ചറായിട്ട് വന്ന കാലത്താണ് ഇവിടെ സർക്കസ് കളിക്കാൻ വന്നൊരു ബിരുദൻ തേവരുടെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീറും അന്ന് കാട്ടിൽ സെർച്ചിന് പോയതായിരുന്നു. കാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു അനക്കം കേട്ട് നിൽക്കുക. കാവിന്റെ മുകളിൽ തേവരെയും പിടിച്ച് നിൽക്കുക അവൻ. ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും തേവരം കൊണ്ട് അവൻ ഓടി. പുറകെ ഞങ്ങൾ. ഭാഗ്യത്തിന് കൃത്യസമയത്ത് മെമ്പറും മാത്യൂസും അവിടെ. ഞാൻ സർവീസ് റിവോൾവർ എടുത്ത് അവന്റെ കാല് നോക്കി വെടിവെച്ചു. അതോടെ തേവരെ അവിടെ ഇട്ടിട്ട് അവൻ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരറിഞ്ഞ് ചെന്നപ്പോഴേക്കും അയാള് കൊച്ചിനെ കൊണ്ട് പുഴ നീന്തി കടന്നു. പക്ഷേ ആരോ സർക്കസുകാരന്റെ ടെന്റിന് തീയിട്ടപ്പോ അതിലയാളുടെ ഗർഭിണിയായി ഭാര്യ പെട്ടുപോയി. ഒരു കണക്കിന് അവന് തേവര് കൊടുത്ത ശിക്ഷയാ. പിന്നെ ഇതുവരെ ആരും തേവരെ തൊട്ട് കളിക്കാൻ മുതിർന്നിട്ടില്ല. തൊട്ടവൻ വെണ്ണീറാവും. അത്രയ്ക്ക് ശക്തിയാ.